ഞാനിവിടെ തയ്യാറാക്കാൻ പോകുന്ന വിഭവം ഒരു വ്യത്യസ്തമായ തോരനാണ്. കാബേജ് മസാല തോരൻ. അതിനാവശ്യമായ സാധനങ്ങൾ: സവാള അരിഞ്ഞത്, പച്ചമുളക്, കറിവേപ്പില, കൊത്തമല്ലി, മഞ്ഞൾപ്പൊടി, കുതിർത്തിയ ചെറുപയർ പരിപ്പ്, തേങ്ങയും മല്ലിയും ചെറിയ ഉള്ളിയും കൂടി ചതച്ച തേങ്ങ, കാബേജ്, ഉപ്പ്, എണ്ണ, ഇതിനാവശ്യമുള്ള മസാല: 2 ടേബിൾ സ്പൂൺ കൊത്തമല്ലിയും 1 ടേബിൾ സ്പൂൺ കടലപ്പരിപ്പും 1 ടേബിൾ സ്പൂൺ ഉഴുന്നുപരിപ്പും കൂടി വറുത്തിട്ട് ചുവന്ന മുളകും എണ്ണയിൽ വറുത്തതിന് ശേഷം പൊടിക്കുന്ന മസാലയാണ് ഇത്. ഇതെങ്ങനെയാണ് ഉണ്ടാക്കാൻ പോകുന്നതെന്ന് നോക്കാം. ഗ്യാസ് കത്തിച്ച് ഒരു പാൻ വയ്ക്കുക. പാൻ ചൂടായ ശേഷം അതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കുക. വെളിച്ചെണ്ണ ചൂടായതിന് ശേഷം കടുക്, ഉഴുന്നുപരിപ്പ്, ചുവന്ന മുളകിട്ട് കടുക് വറുക്കുക. ഇതിലേക്ക് 2 മുളകെടുത്ത് അലങ്കാരത്തിനായി മാറ്റി വയ്ക്കുക. ഇതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന പച്ചമുളക് ഇടുക. ഒരു ചെറിയ സവാള, ഇതിലേക്ക് കരിവേപ്പില ചേർക്കുക. ആവശ്യമായ മഞ്ഞൾപ്പൊടി, മഞ്ഞൾപ്പൊടിയിട്ട് ഒന്ന് മൂത്ത ശേഷം അരിഞ്ഞു വെച്ചിരിക്കുന്ന 2 കപ്പ് ക്യാബേജ് ഇതിലേക്ക് ഇടുക. ക്യാബേജ് ഒന്ന് വഴറ്റിയതിന് ശേഷം മാത്രം ഉപ്പിടുക, ഇല്ലെങ്കിൽ അതിന് വെള്ളം ഇറങ്ങി കുഴഞ്ഞു പോവാൻ സാധ്യതയുണ്ട്. ഇതിലേക്ക് ഇനി കുതിർത്ത് വെച്ച ചെറുപയർ ചേർക്കുക. ചെറുപയർ ഇട്ടതിന് ശേഷം 1 മിനിറ്റ് നമുക്ക് മൂടി വേവിക്കാം. ചെറു തീയിൽ വേണം വേവിക്കുവാൻ. നമുക്ക് ഇനി ഒന്ന് തുറന്ന് നോക്കാം. ഇതിലേക്ക് ഇനി ആവശ്യമായ ഉപ്പ് ചേർക്കാം. ഉപ്പ് ചേർത്തതിന് ശേഷം ചതച്ച് വച്ചിരിക്കുന്ന തേങ്ങ, മല്ലിയും ചെറിയ ഉള്ളിയും ചേർത്ത് ചതച്ച് വെച്ച തേങ്ങയാണ് 1/2 കപ്പ് ചേർത്ത്. നമ്മൾ ക്യാബേജും ചെറുപയർ പരിപ്പും തേങ്ങയും ചേർന്ന് നന്നായി യോജിച്ച് കഴിഞ്ഞു. ഇതിലേക്ക് നമുക്കിനി പൊടിച്ചു വെച്ചിരിക്കുന്ന മസാല ചേർക്കാം. 1 ടീസ്പൂൺ ഇതിലേക്ക് ചേർക്കാം. ഇതിലേക്ക് മല്ലിയില ഇടുക. തയ്യാറായ കാബേജ് മസാല തോരൻ നമുക്കിനി സർവിംഗ് ബൗളിലേക്ക് എടുക്കാം. വ്യത്യസ്തമായ ഒരു കാബേജ് തോരൻ ഇവിടെ തയ്യാറായിരിക്കുകയാണ്. ഇനി കാബേജ് തോരൻ ഉണ്ടാക്കുമ്പോൾ ഈ രീതിയിൽ തയ്യാറാക്കി നോക്കുക. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു കാബേജ് തോരനാണ് ഇത്. ഇതേപോലെ തന്നെ ബീൻസും ക്യാരറ്റും ഏത് വെച്ചും ഇതേപോലെ തോരൻ ഉണ്ടാക്കാവുന്നു.